പാരഡി പാടുന്ന സിനിമാ താരങ്ങളെ അനുകരിക്കുന്ന ഒരു സ്ഥാനാർത്ഥിയുണ്ട് കോഴിക്കോട്. അത്താണിക്കൽ വാർഡിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ടി പ്രശാന്തിനെ പരിചയപ്പെടാം. നാട്ടിലെ ജനകീയ പ്രശ്നങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചും പ്രശാന്ത് വളരെ ശ്രദ്ധേയനുമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത അറിയാമോ? അവിടെ വ്യത്യസ്തരായ കുറേ സ്ഥാനാർത്ഥികൾ ഉണ്ടാകും. അവർ കലാകാരന്മാരായിരിക്കും, കായിക താരങ്ങളായിരിക്കും. അങ്ങനെ കുറേയേറെ കഴിവുകൾ അവർക്കുണ്ടാകും. അങ്ങനെ ഒരു സ്ഥാനാർത്ഥിയെ പരിചയപ്പെടാനാണ് നമ്മളിപ്പോൾ പോകുന്നത്. കോഴിക്കോട് അത്താണിക്കൽ വാർഡിലാണ് ആ വ്യത്യസ്തനായ സ്ഥാനാർത്ഥി ഉള്ളത്. അദ്ദേഹം പാട്ടുകാരനാണ്, മിമിക്രിയും ചെയ്യും. ആ സ്ഥാനാർത്ഥിയെ ഒന്ന് പരിചയപ്പെട്ടിട്ട് വരാം. ഇപ്രാവശ്യം ഇവിടെ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് ഞാനാണ്, പ്രശാന്ത്. എല്ലാവിധ സപ്പോർട്ടും തരണം കേട്ടോ. ഓ ആയിക്കോട്ടെ. എങ്ങനെ പോകുന്നു പ്രചരണങ്ങളൊക്കെ? പ്രചരണം വളരെ ഉഷാറായിട്ട് പോകുന്നുണ്ട്. ഞങ്ങൾ രാവിലെ തുടങ്ങിയാണ്. ഇപ്പം കഴിഞ്ഞ 4 ദിവസമായിട്ടും രാവിലെ മുതലുള്ള ഞങ്ങളുടെ പ്രചരണത്തിൽ നല്ല ഫീഡ്ബാക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പ്രചരണത്തിൽ ഉന്നയിക്കും തീർച്ചയായിട്ടും. ഇപ്പം നമ്മൾ വന്ന വഴിയുണ്ടല്ലോ, ഇത് വലക്കെട്ട് നിലം റോഡ് എന്ന് പറഞ്ഞ വഴിയാണ് അല്ലേ സത്യേട്ടാ? ഇവിടെ ഇപ്പം കാലങ്ങളായിട്ട് ഇപ്പോൾ ഇതിപ്പോൾ ഈ ഗതിയിൽ തന്നെ കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമുക്ക് എത്രയും പെട്ടെന്ന് ചെയ്ത് തീർക്കേണ്ട ഒരു അവസ്ഥ ഉണ്ട്. അപ്പോൾ നമുക്ക് വേണ്ടിയിട്ട് ഒരു പാട്ടായാലോ? പാട്ട് പാടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ പറയട്ടെ, ഞാൻ ഈ പാട്ടൊക്കെ പാടുന്നത് നമ്മൾ സാധാരണ പാട്ടുകളല്ല, നമ്മുടെ നാട്ടിലെ വിഷയങ്ങൾ. അപ്പോൾ ഇപ്പം ഞാൻ പറഞ്ഞപ്പം വലക്കെട്ട് നില റോഡ് നമ്മൾ കണ്ടില്ലേ, ഒന്ന് നടക്കണം എന്നുണ്ടെങ്കിൽ ഇവിടേക്ക് ഓട്ടോറിക്ഷ വിളിച്ചാൽ വരുന്നില്ല. അപ്പോൾ അതൊക്കെ റോഡിൻ്റെ പ്രശ്നമാണല്ലോ. അപ്പോൾ റോഡിനെ കുറിച്ചുള്ള എൻ്റെ പാട്ടിനെ പാടാം. റോട്ടിലിറങ്ങി നടക്കണമെങ്കിൽ ചാടാൻ ആദ്യം പഠിക്കണം, റോട്ടിലിറങ്ങി നടക്കണമെങ്കിൽ ചാടാൻ ആദ്യം പഠിക്കണം, വണ്ടിയും കൊണ്ടൊന്ന് പോകണമെങ്കിൽ അഭ്യാസങ്ങൾ അറിയണം, നേരാണേ ഇത് നമ്മുടെ വാടാണേ. റീൽസും കൂടെ ചെയ്യുമല്ലേ? സജീവമായി റീൽസിൽ ഈ പ്രശ്നങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടുന്നുണ്ടല്ലേ? അതെ, ഞാൻ ആദ്യമൊക്കെ നമ്മുടെ സാധാരണ എല്ലാവരും ചെയ്യുന്ന പോലത്തെ റീൽസുകൾ, അതായത് നമ്മുടെ സ്വന്തം തന്നെ ക്രിയേഷനാണ്. അപ്പോൾ പക്ഷേ മറ്റുള്ളവർ ചെയ്യുന്നതല്ല. അപ്പോൾ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കഴിഞ്ഞ നമ്മൾ കുറച്ചായിട്ട് നമ്മൾ അങ്ങനത്തെ ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മുടെ നാടിനെ ഉള്ള പ്രശ്നങ്ങൾ, നമ്മുടെ നാട്ടുകാർക്കുള്ള ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ കാരപ്പറമ്പിലുള്ള നമ്മുടെ നടപ്പാതയുടെ പ്രശ്നം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ റീൽസ് ആക്കിയപ്പോഴാണ് അത് കൂടുതൽ സ്വീകാര്യത കിട്ടിയത്. മിമിക്രി കൂടെ ചെയ്യും, അപ്പോൾ അതുകൂടെ ഒന്ന് കാണണം. അപ്പോൾ വേണമെങ്കിൽ അരിസി അശോകന്റെ ശബ്ദം ഒന്നായിരിക്കും. അച്ഛനെ തെരഞ്ഞിട്ട് 4 പേര് ഇങ്ങാണ്ട് വരുന്നുണ്ട്. മത്സ്യകന്യകയല്ല മത്സ്യകന്യകൻ. എന്തൊക്കെയായാലും അവനിപ്പോ വലിയ നെല്ലേ. സുശീലയുടെ അമ്മയുടെ പലതവണ ഞാൻ പറഞ്ഞു 72-ാം വാർഡിൽ ഈ വാർഡിലൂടെ നടക്കരുത് കണ്ടില്ലേ കുണ്ടും കുഴിയും. ലഹരിതൻ താവളമായി കേരളം, കൗമാരം കലിപ്പിലല്ലേ ലഹരിതൻ പിടിയിലല്ലേ, കൗമാരം കലിപ്പിലല്ലേ ലഹരിതൻ പിടിയിലല്ലേ. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം നന്ദഗോപാൽ, മീഡിയ 1 കോഴിക്കോട്.